ഹായ് ഗായ്സ്, മേക്ക് ടൈം ടു സീ ദ വേൾഡിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ പ്രാവശ്യം ചെയ്യാൻ പോകുന്നത് നമ്മുടെ മത്തി അല്ലെങ്കിൽ ചാള, അതായത് നമ്മുടെ നാട്ടിൽ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഫിഷായ നമ്മുടെ മത്തി അല്ലെങ്കിൽ ചാളേൻ്റെ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. കണ്ടോളൂ, ചാള 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 മത്തി മത്തി മത്തി. അപ്പോൾ നമ്മളിന്ന് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ മത്തീൻ്റെ മുളകിട്ടതാണ്. മത്തി മുളകിട്ടതും മത്തി ഫ്രൈ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മത്തീനെ പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ മത്തിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. അതായത് നമ്മളെ ഹേർട്ട് ഡിസീസ് ഇല്ലാതാക്കാനും ബോൺസിന് നല്ലതാണ്. ഒരുപാട് ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് അടങ്ങിക്കൊണ്ട് തന്നെ ഒരുപാട് നമ്മുടെ സ്കിന്നിന് നല്ലതാണ്. നമ്മൾ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു അടിപൊളി ഫിഷായ മത്തി നമ്മൾ പുളിയിട്ടത് അല്ലെങ്കിൽ മുളകിട്ടതാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ ഇപ്പോൾ ഞാൻ മാർക്കറ്റിൽ പോയി ഒരു മത്തി മേടിച്ചിരിക്കുകയാണ്. അത് ക്ലീൻ ചെയ്തേരം തന്നെ ഒരുപാട് അത് മുറിച്ച് ക്ലീൻ ചെയ്യാൻ തന്നെ ഒരുപാട് എനർജി പോയി. ഇപ്പോൾ അത് ഇനി ഉണ്ടാക്കണം. അപ്പോൾ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ നമുക്കിനി പോകാം. അപ്പോൾ നമ്മൾ മത്തി പുളിയിട്ടിലേക്ക് പോകാം. നമ്മളിപ്പോൾ ഏകദേശം ഒരു 100ഓളം ചാള മുറിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്കിത് ഇന്ന് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഒരു 50ഓളം ചാള നമുക്ക് ഫ്രൈ ചെയ്യാം. ഒരു 50ഓളം ചാള എടുത്തിട്ട് നമുക്ക് പുളിയിട്ട് വെക്കാവുന്നതാണ്. അതായത് മത്തി പുളിയിട്ടതാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെ രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ എടുത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇതിപ്പോൾ ഫ്രൈ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ വരഞ്ഞ് കഴിഞ്ഞാൽ ഫ്രൈ ചെയ്യുന്നത് വളരെ രണ്ട് സൈഡിലും ഇങ്ങനെ വരെയും നല്ലതായിരിക്കും. അപ്പോൾ അത് ചെയ്യിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. അതിങ്ങനെ എടുത്തിട്ട് വളരെ അപ്പോൾ നല്ല മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വരയുന്നത്. നമ്മളിപ്പോൾ ഏകദേശം ഒരു 50ഓളം എടുത്തിട്ടില്ല, ഒരു 10-25ഓളം മത്തി നമ്മൾ വരഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിന് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ ഇതിനകത്ത് ഇത് മാരിനേറ്റ് ചെയ്തിട്ട് വെക്കണം. അത് ഏകദേശം ഒരു 20 അല്ലെങ്കിൽ 30 മിനിറ്റ് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ നമുക്ക് ആദ്യം ഇതിനകത്ത് കുറച്ച് മുളക് പൊടി ഇടുക. ആവശ്യത്തിന് മുളക് പൊടി ഇടുക. നമ്മൾ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ മഞ്ഞളിടുന്നു, കുറച്ച് മഞ്ഞളിട്ടു. പിന്നെ നമ്മൾ കുരുമുളക് ഇടണം. നമ്മൾ കുരുമുളക് ഇട്ടിരിക്കുകയാണ്. പിന്നെ ഉപ്പിട്ടു. ഉപ്പ് ആവശ്യത്തിന് ഇടുക. പിന്നെ നമ്മൾ കുറച്ചിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക. ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിത് നല്ലോണം പിറക്കി കൊടുക്കും. ഇനി നമുക്ക് കറിക്ക് വേണ്ടിയിട്ട് നേരത്തെ എടുത്ത് വെച്ചാൽ അതിൻ്റെ അകത്തും ഉപ്പിടുക. അതും മാരിനേറ്റ് ചെയ്ത് വെക്കേണ്ടതാണ്. രണ്ട് സെപ്പറേറ്റ് ആയിട്ടാണ് ഞാൻ മാരിനേറ്റ് ചെയ്യുന്നത്. ഉപ്പിട്ടിട്ടുണ്ട്. മുളകിടുക. മുളകിട്ടിട്ടുണ്ട്. പിന്നെ മഞ്ഞൾ കുറച്ചിടുക. മഞ്ഞളിട്ടു. പിന്നെ കുരുമുളക് ഇട്ടു. അപ്പോൾ അതേപോലെ തന്നെ കുറച്ച് ഇതിനകത്ത് എണ്ണ ഒഴിക്കും. എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നല്ലോണം ഇത് പിറക്കുക.
abrázame toda la noche, no nos queda mucho tiempo más. No quiero perder lo que queda. Seguimos siempre la pasión y confiamos solo en el amor. No quiero perder lo que queda. Y más allá, a través de la gran oscuridad, hasta que me convierta en rayos. Y más allá, a través de la gran oscuridad. Y más allá. Encontrando vida en el camino, melodías que no hemos tocado. Y yo no quiero descansar. Eres buena por la pared, creando una canción. No quiero perder el ritmo. Y más allá, a través de la gran oscuridad, hasta que me convierta en rayos.